എല്ലാവർക്കും നമസ്കാരം. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അലനല്ലൂർ മാളിക്കുന്ന് 7-ാം വാർഡിൽ നിന്ന് ഞാനും ജനവിധി തേടുന്നുണ്ട്. എൻ്റെ പേര് അയ്യപ്പദാസ്. ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ അലനല്ലൂരുകാർക്ക് പരിചയം ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ നമ്മൾ പുതുമുഖമാണ്. എന്താണ് കാരണങ്ങൾ? ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു മത്സരിക്കാനുള്ള തീരുമാനം? അതിനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ജാതിഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ ഒരു ജനത, ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ജനത, അവരുടെ ആവശ്യമായിരുന്നു ഞാനെന്നൊരു വ്യക്തി ഇവിടെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 300-ലധികം പദ്ധതികളിൽ ഇന്ന് രാജ്യം മുഴുവൻ ലോകരാഷ്ട്രങ്ങൾ വരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ ഈ ഭരണത്തിൽ വികസനത്തിൻ്റെ ആ വഴികളിലൂടെയുള്ള യാത്രയിൽ ഞാനും ഒരു അണിചേർന്ന് ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ച് എൻ്റെ 7-ാം വാർഡിനും എൻ്റെ അലനല്ലൂർ പഞ്ചായത്തിനും വേണ്ട വികസനം അത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലക്ഷ്യം. എനിക്ക് എൻ്റെ 7-ാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത്, 7-ാം വാർഡിലെ വികസനം എന്നത് മാത്രമല്ല, ഇവരുടെ ഏതൊരു പ്രശ്നങ്ങളിലും അവരിലൊരാളായി, അവരുടെ ഒരു കാവൽക്കാരനായി ഇനി ഇവിടെ നിലകൊണ്ടുകൊണ്ട് 7-ാം വാർഡിൻ്റെയും അലനല്ലൂർ പഞ്ചായത്തിൻ്റെയും ഒരു ഭാഗമായി തീരുകയും ഇവിടെയുള്ള മറ്റു ഇടത് വലത് മുന്നണികളുടെ പ്രവർത്തനങ്ങളിലുള്ള അപാകതകളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഞാനും ഇവിടെ ഒരുത്തൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നല്ല നല്ല പ്രവർത്തനങ്ങളും ഇവിടുത്തെ വികസനവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉറപ്പോടു കൂടിയാണ് അയ്യപ്പദാസ് എന്ന് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് 7-ാം വാർഡിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ള എൻ്റെ ബഹുമാനപ്പെട്ട 7-ാം വാർഡിലെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ അച്ഛനമ്മമാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ഈ നാടിൻ്റെ വികസനവും ഈ വാർഡിൻ്റെ വികസനവുമാണ്. അതിന് നമുക്കെല്ലാവർക്കും കൂടി കൈകോർത്ത് നിങ്ങളിലൊരുവനായി, നിങ്ങളുടെ ഒരു കാവൽക്കാരനായി ഞാൻ എന്നും നിലകൊള്ളുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരോ ബലപ്പെട്ട വോട്ടുകളും ഇനി പാഴാക്കരുത്. ഇനി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങളെടുത്ത് ഉറപ്പുവരുത്തുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാതെ സാധാരണക്കാരുടെ എല്ലാ കാര്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കുന്ന എന്നെ നിങ്ങൾ